മിഷൻ 400 ബി.ജെ.പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂത്രവാക്യമാണിത്. 400 സീറ്റുകളെങ്കിലും വിജയിക്കുമെന്ന് ബി.ജെ.പി നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഉത്തരേന്ത്യ തൂത്തുവാരുമെന്ന് ബി.ജെ.പി ഉറപ്പിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് സമീപകാലത്തുണ്ടായ തിരിച്ചടികളാണ് ബി.ജെ.പിയെ ആശങ്കയിലാക്കുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല, സാഹചര്യം മാറുമെന്നും ലോക്സഭയിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് പോലും സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നാണ് ബി.ജെ.പി കണക്കുകൂട്ടുന്നത്. അതുകൊണ്ടാണ് മിഷൻ 400 പദ്ധതിയുമായി ബി.ജെ.പി രംഗത്ത് വരുന്നത്. സ്ഥാനാർത്ഥി നിർണയം അതിവേഗത്തിലാക്കുകയാണ് ഈ മിഷൻ 400ലേക്ക് എത്തിപ്പെടാൻ ബി.ജെ.പി കണ്ടുപിടിച്ചിരിക്കുന്ന എളുപ്പവഴി. ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക ബി.ജെ.പി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യ ബ്ലോക്കിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പാതി വഴിയിൽ പോലും എത്താത്ത സാഹചര്യത്തിൽ ഒരു മുഴം നീട്ടിയെറിയുക എന്ന തന്ത്രമാണ് ബി.ജെ.പി പയറ്റുന്നത്. എന്തായാലും ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനും ബി.ജെ.പി തീരുമാനിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ ചില സീറ്റുകളിൽ അടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കാം. 2019 ബി.ജെ.പി നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച 164 സീറ്റിലെ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കുക എന്നൊരു തന്ത്രമാണ് ബി.ജെ.പി പുറത്തെടുക്കുന്നത്. സി.ഡി വിഭാഗത്തിൽ ബി.ജെ.പി ഉൾപ്പെടുത്തിയ 31 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചേക്കും. 45 കേന്ദ്രമന്ത്രിമാർക്ക് ഈ മണ്ഡലങ്ങളുടെ ചുമതല നൽകാനും ബി.ജെ.പി തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഉള്ളത്. യു.പിയിൽ ബി.ജെ.പി ദുർബലമായ 14 സീറ്റുകളിൽ പ്രത്യേക പ്രചരണ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാത്തിനും പുറമെ മറ്റു പാർട്ടികളിൽ അസംതൃപ്തരായ നേതാക്കളെ പാർട്ടിയിൽ എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളും ബി.ജെ.പി ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ചില സംസ്ഥാനങ്ങളിലെ സീനിയറായ കോൺഗ്രസ് നേതാക്കളെയും പദ്ധതിയിടുകയാണ്. കേന്ദ്രമന്ത്രി പദവി വരെ മുന്നിൽ വെച്ച് നീട്ടിക്കൊണ്ടാണ് സീനിയർ നേതാക്കളെ അവരുടെ പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് ആകർഷിക്കുന്നത്. അസംതൃപ്തരായ നേതാക്കളെ കണ്ടെത്തി ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയ കേന്ദ്ര നേതൃത്വം ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡയുടെ നേതൃത്വത്തിൽ ഈ നേതാക്കളെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ പ്രാദേശിക തലത്തിൽ ശക്തരായ നേതാക്കളെയും ബി.ജെ.പിയിലേക്ക് ആകർഷിച്ച് വലിയ സ്ഥാനങ്ങൾ നൽകി തങ്ങൾക്കൊപ്പം ഉറപ്പിച്ചു നിർത്തുകയാണ് അവർ ലക്ഷ്യമിടുന്നത്. എന്തായാലും ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 160 പേരുടെ അന്തിമ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. ഇതിൽ എടുത്തു കാണേണ്ടത് 70 വയസ്സ് പൂർത്തിയായ നേതാക്കന്മാർക്ക് അവസരമില്ല എന്നതാണ്. മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് അടക്കമുള്ള നേതാക്കളോട് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ബി.ജെ.പി ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം. പ്രായപരിധി കടന്നുവെന്ന് കാണിച്ചാണ് രാജ്നാഥ് സിംഗിനെ വെട്ടിയിരിക്കുന്നത്. 70 വയസ്സ് എന്ന പ്രായപരിധിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രം ഇളവ് നൽകുമ്പോഴാണ് മോദിക്കൊപ്പം തന്നെ സീനിയോറിറ്റിയുള്ള രാജ്നാഥ് സിംഗിനെ മാറ്റി നിർത്താനുള്ള തീരുമാനത്തിന് തലപ്പത്ത് നിന്ന് ഓർഡർ വന്നിരിക്കുന്നത്. എന്തായാലും മിഷൻ 400ലേക്കുള്ള യാത്രയിൽ രാജ്നാഥ് സിംഗ് അടക്കമുള്ള നേതാക്കളെ മാറ്റി നിർത്തുന്ന ബി.ജെ.പിയുടെ സ്ട്രാറ്റജി അത് വിജയിക്കുമോ അതോ തിരിച്ചടിക്കുമോ എന്നെല്ലാം അറിയാൻ ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്.